ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ നല്ല പഴുത്ത മാങ്ങ ഒക്കെ ഉള്ളവർക്ക് നല്ല ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതിലോട്ട് പാല്, മിൽക്ക് മെയ്ഡ്, ഫ്രഷ് ക്രീം, മാങ്ങയുടെ പൾപ്പ്, വിപ്പിംഗ് ക്രീം. അപ്പോൾ 3 മാങ്ങയുടെ പൾപ്പാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ വെള്ളം ചേർക്കാണ്ട് മിക്സിയിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമിലോട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടിയും ആഡ് ചെയ്തിട്ട് നമുക്കതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങയുടെ പൾപ്പിലോട്ട് കുറച്ചും കൂടി ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീമിലോട്ട് മാങ്ങയുടെ പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ സമയത്ത് മധുരം കുറവുണ്ടെങ്കിൽ ഇതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്കും അതിൽ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 3 മണിക്കൂർ ഫ്രീസ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി മിക്സിയിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു വെച്ചിട്ട് ഈ സമയത്ത് നമ്മൾ ഇതിലോട്ട് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഓവർനൈറ്റ് ഫ്രീസ് ചെയ്തിട്ട് എടുക്കാം. അപ്പം നമ്മുടെ ഐസ്ക്രീം നമുക്ക് പാത്രത്തിലോട്ടൊന്ന് മാറ്റി നോക്കി വെക്കാം. അപ്പോൾ നല്ല അടിപൊളി പെർഫെക്റ്റ് ടെക്സ്ചറിലാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. നല്ല സ്കൂപ്പായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം. ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക. കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ ബായ്.